എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് Jan 1st 2026 ആണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രെക്കിന് പോവുകയാണ്. മൗണ്ട് കുറിങ്കായ് ടു ബറോറ വോക്ക്. അപ്പോൾ ഒരു 10 കിലോമീറ്റർ വോക്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ സമയം 9:30 ഞങ്ങൾ ശരിക്കും ഇല്ലേ, ഞങ്ങൾ ഒരു 7:30 ഇറങ്ങാൻ ഇരുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ഇന്നലെ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു. അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻസും ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴത്തേനും നല്ല ലേറ്റായി. ശരിക്കും നേരത്തെ ഉറങ്ങണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ മനസ്സനുവദിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി ഉറങ്ങി. അപ്പം ലേറ്റായി എഴുന്നേറ്റു. അങ്ങനെ പിന്നെ ചടപടയിന്ന് റെഡിയായി ഇപ്പോൾ ഇറങ്ങുവാണ്. 9:30 ഒരു 58 മിനിറ്റ് കൊണ്ട് മൗണ്ട് കുറിങ്കായ് സ്റ്റേഷനിൽ എത്തും. അവിടുന്ന് ട്രാക്ക് തുടങ്ങുന്നത് കുറച്ച് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി കേട്ടോ. ട്രാക്ക് അവിടെ നിന്ന് തുടങ്ങും. ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളവും പിന്നെ ഇതെൻ്റെ എഗ് റോളും അതൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്ത് കേട്ടോ. ആക്ച്വലി Jan 1st 2025 ഞങ്ങൾ ഇതുപോലൊരു ട്രെക്കിന് പോയിരുന്നു. ആൻഡ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആ വർഷം ഒരുപാട് ട്രെക്കിന് പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു ഈ വർഷം തുടങ്ങുമ്പോഴും ഒരു ട്രെക്കിന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇനി സമയം കളയുന്നില്ല. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഞങ്ങൾ മൗണ്ട് കുറിങ്കായ് സ്റ്റേഷനിലെത്തി. നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന്. മെട്രോ കയറി, ട്രെയിൻ കയറി ഇവിടെ എത്തി കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മഴയും ഉണ്ട്, നല്ല കാറ്റും, തണുത്തിട്ട് വയ്യ കേട്ടോ. അപ്പോൾ തിരിച്ചു പോകണോ വേണ്ടായോ എന്ന് ഞങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ചു. പക്ഷേ ഇത്രയും ദൂരം വന്നേ അല്ലയോ, അപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? പിന്നെ അഥവാ തിരിച്ചു പോയാൽ തന്നെയും പിന്നെ ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഞങ്ങളുടെ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. തൽക്കാലം അല്ല, കണ്ടിന്യൂ ചെയ്തേ പറ്റുമല്ലേ. യെസ്, നല്ല മഴ. ആക്ച്വലി ഞങ്ങൾ വെതറൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എൻ്റെ മഴയുണ്ടായിരുന്നു എന്ന് കാണിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുമെന്ന്. പക്ഷെ മാറുന്നില്ല, ഇപ്പോഴും ഉണ്ട്. എനിക്ക് പോയാൽ മതിയായിരുന്നു അങ്ങോട്ട്. കുറേ ആയി ഞങ്ങൾ ബറോറയിലോട്ട് ഒരു ട്രെക്കിന് പോകണം എന്ന് വിചാരിച്ചിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ചെറിയ മഴയാണ്. ഞങ്ങൾ കുറേ നേരമായിട്ട് നടക്കുക. അത് ട്രാക്കിലേക്കല്ല കേട്ടോ, ടോയ്ലറ്റിലേക്കാണ് നടക്കുന്നത്. ഞാൻ വരുന്ന വഴി കുറേ ക്യൂട്ട് വീടുകളൊക്കെ കണ്ട് ഞാൻ നിങ്ങളെ സബോബൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. കൂടുതലും നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേറെ വെറൈറ്റി ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അരുളി ഇങ്ങനത്തെ ഫ്ലവേഴ്സൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് കണ്ടു. ഇവിടെ ഇല്ലാത്തതായിട്ട് എന്താണുള്ളത്? കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് മൗണ്ട് കുറിങ്കായ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ട് ടോയ്ലറ്റ് തപ്പി കുറേ നടന്നു. എങ്ങനെ എന്നിട്ട് പോയെന്തിനാ? എന്തായാലും ഇനി ഞങ്ങൾ ആ ട്രാക്കിലേക്ക് പോവുകയാണേ. അയ്യോ, വിശക്കൊന്നും ഇപ്പം. എന്തായാലും കുഴപ്പം. മഴ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. 12:45 ആകുമ്പം മഴ കംപ്ലീറ്റ്ലി നിൽക്കും എന്നാണ് ഗൂഗിള് പറയുന്നത്. നോക്കാം. എനിക്ക് ന്യൂ ഇയർ ആയിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയേനെ. അങ്ങനെ ഞങ്ങൾ മൗണ്ട്
ഖുറിങ്കായ് ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. ദെബറൗറ സ്റ്റേഷനിലോട്ട് നടക്കുന്നതിന് 9 കിലോമീറ്ററാണ്. 4 മണിക്കൂർ എടുക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. നല്ല മഴയുണ്ട്, അത്യാവശ്യം സ്ലിപ്പറി ആയിരിക്കും കേട്ടോ ഈ ട്രാക്ക് ഫുള്ള്. അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ട് പുതിയ ഷൂസ് എടുത്തിട്ടിട്ടുണ്ട്. കാരണം പഴയ ഷൂസ് ഇട്ടുകൊണ്ട് പോയി ഞാൻ പലയിടത്തും വീഴാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ട്രക്കിനൊക്കെ. നേരത്തെ ഏത് ട്രക്കായിരുന്നു നമ്മൾ പോയത്? കാലു പൂൾസ്. അവിടെയൊക്കെ ഞാൻ തെന്നി വീഴുന്നതൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. അതുകൊണ്ട് പുതിയ ഷൂ ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. വിഷ് അസ് ലക്ക്. കം ഓൺ. നല്ല തണുപ്പുണ്ട്, നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നടന്നുകൊണ്ട് തന്നെ സ്നാക്സ് കഴിക്കുവാണേ, കാരണം അത്രയ്ക്കും വിശപ്പ്. ഇനി അങ്ങോട്ട് പോകുമ്പം ഈ ട്രാക്കിൻ്റെ ഇത് കൂടത്തേ ഉള്ളൂ കേട്ടോ, കാഠിന്യം. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു. അങ്ങനെ റഗ്ഡ് പാത്തൊക്കെ തുടങ്ങി കേട്ടോ. ഇതുവരെ സ്മൂത്തായിട്ട് പോയി. ഇനിയാണ് റിസ്കി പാത്തുകൾ. കണ്ടില്ലേ, നല്ല സ്റ്റീപ്പാണ് ഇത്. കുറച്ച് ദൂരം കാണും ഇങ്ങനത്തെ സ്റ്റീപ്പ് വഴി. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലെയിൻ ആയിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറണം. അങ്ങനെയായിരിക്കും കേട്ടോ. ആർ യു റെഡി? ലെറ്റ്സ് ഡു ഇറ്റ്. ഫുള്ള് പാറയാണ് ഇവിടെ, കണ്ടില്ലേ, ഫുള്ള് പാറയാ. ഇതൊരു മോഡറേറ്റ്ലി ഹാർഡ് ട്രക്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് ഒരു ഗ്രേഡ് 3 ഗ്രേഡ് 4 ആയിട്ട് വരും. ഞങ്ങൾ കാലു പൂൾസ് ഗ്രേഡ് 4 ആയിരുന്നു. അത് അത്യാവശ്യം സ്ലിപ്പറി ആയിരുന്നല്ലേ അതും. അതെ, മഴയില്ലാഞ്ഞിട്ടും അവിടെ സ്ലിപ്പറി ആയിരുന്നു. ഇവിടെ മഴയും ഉണ്ട്. അതെ, ഇവിടെ സ്ലിപ്പ് ചെയ്താൽ താഴെ മൂടും കുത്തി വീഴത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ നമ്മൾ നന്ദിയാണ് പറയേണ്ടുന്നത് മഴയോട്. കാരണം അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. ചൂട് ടോളറേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇതെന്തായാലും മഴ ആയതുകൊണ്ട് തണുപ്പുണ്ട്. നടക്കുന്നത് കൊണ്ട് ആ തണുപ്പ് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മാത്രമാണ് കേട്ടോ ഈ ട്രാക്ക്. ഇനി ഒരുപാടുണ്ട്. കാരണം 9 കിലോമീറ്ററാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും ചെയ്തതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് അല്ലേ, അതായത് ഒരു ട്രാക്കിൽ അല്ലേ ഏട്ടാ? യൂറോക്ക മൊത്തത്തിൽ 18 കിലോമീറ്റർ, അല്ലാതെ ട്രാക്കിൽ പോയില്ലല്ലോ. അത് റോഡും നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇത് നോക്ക, ഇതെന്താ റെഡ് കളർ. ഇതെല്ലാം മരമൊക്കെ ഇങ്ങനെ തൊലി ഉരിഞ്ഞിട്ടിരിക്കുന്നു അതിൻ്റെ. എനിക്ക് തോന്നുന്നു ബോണ്ടായി ടു പൂജി വാക്ക് അത് 6 കിലോമീറ്ററേ ഉള്ളൂ. 6 കിലോമീറ്ററേ ഉള്ളൂ അത്. ഇതായിരിക്കും നമ്മൾ ചെയ്യുന്ന ലോങ്ങസ്റ്റ് ട്രാക്ക് വാക്ക്. ഈവൻ ഗ്രാൻഡ് കാനിയോൺ വരെ 6 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ആദ്യത്തെ ആ ബുദ്ധിമുട്ട്, അതായത് നടക്കുമ്പോൾ കുറച്ച് സ്റ്റീപ്പ് ഏരിയ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്ലെയിൻ ഏരിയ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നോക്കാം. ടർക്കി ആയിരുന്നു, ഞാൻ പേടിച്ചു പോയി. അവിടെ ഒരു അനക്കം കണ്ടപ്പോൾ, അവിടെ ഒരു അനക്കം കണ്ടായിരുന്നു. അപ്പം അത് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പേടിച്ചു പോയി. രാവിലെ ഒരു സ്വപ്നം കണ്ട കേട്ടോ. കാങ്കറിനും ഫോക്സിനും ഉണ്ടായ ഒരു വൃത്തികെട്ട ജീവിനെ ഞാൻ കണ്ടു. അത് കുറച്ച് പേടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെങ്ങാനും കാണുമെന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക്. സ്വപ്നമാണ്, എന്നാലും പറയാൻ പറ്റത്തില്ലല്ലോ. ഓസ്ട്രേലിയ ആണ്, എന്ത് കൈൻഡ് ഓഫ് ജീവിയും നമ്മളിവിടെ പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ മുന്നേ 2 പേര് പോയിട്ടുണ്ടായിരുന്നു, അവരെ കാണാൻ കൂടിയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ഗുഹ. ഇതിൻ്റെ ഉള്ളിൽ ആരോ ഒരു ക്യാറ്റിനെ വരച്ച് വെച്ചിരിക്കുന്നു. തപസ് ചെയ്യാൻ പ്ലാനുണ്ടോ? എന്നാ ഇവിടെ കയറിയിരുന്നു. വിശപ്പിനൊരു ശമനമില്ലല്ലോ. ഒരുപാട് സ്നാക്സ് കഴിച്ച്
ഇത് പിന്നെയും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ 2025 നമ്മൾ ഗ്രാൻഡ് ക്യാനിയോണിലല്ലേ പോയത് ജാനുവരി 1. അയ്യോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് പബ്ലിക് ഹോളിഡേയ്സ് ആണല്ലോ, അപ്പം ക്യാബൊന്നും ഇല്ലായിരുന്നു ആൻഡ് ബസ്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു 5 കിലോമീറ്റർ ഒരു ഫയർ ട്രാക്കിലൂടെ നടന്നായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയത്. ആൻഡ് ആ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. ആൻഡ് ബുഷൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. എനിക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് മെമ്മറി അല്ലേ? അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഒരു ട്രെക്കിനിറങ്ങാമെന്ന് വിചാരിച്ചത്. ഈ കാട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും നേരമായിട്ട് ഒരു 2 പേരെ മാത്രമേ ഞങ്ങൾ കണ്ടു. അവരെ ആണെങ്കിൽ ഇപ്പോൾ കാണാൻ കൂടിയില്ല. വേറെ ആരുമില്ല ഇവിടെ. എല്ലാവരും ന്യൂ ഇയറൊക്കെ ആയിട്ട് വീട്ടിൽ സുഖിച്ചിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റേക്കേഷൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവുമേ. സൂപ്പറായിട്ടുണ്ട്, കണ്ടില്ലേ? സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കിവിടെ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ യുറോക്ക അവിടെ പോയപ്പോൾ നേപ്പിയൻ റിവറിലോട്ടൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാക്കിൽ ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ പാരറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കളർ, ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് നല്ല പാരറ്റായിരുന്നു. അപ്പം ഇവിടെയും കാണാൻ ചാൻസ് ഉണ്ടാവും. മരങ്ങളൊക്കെ എന്താണാവോ ഇങ്ങനെ തൊലി ഉരിഞ്ഞ് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ മരമുണ്ട് ഇങ്ങനെ. ചൂടായതുകൊണ്ടാണോ? അവിടെയൊക്കെ മരത്തിനൊന്നും തൊലിയില്ല. ഇങ്ങനത്തെ ട്രാക്കിലൂടെ നടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഈ ചില ട്രാക്സ് ഉണ്ടോ ഓൾറെഡി ഈ എന്താ പറയുക സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രാക്സ്, അതെനിക്കിഷ്ടമല്ല. ഒരു ഒറിജിനാലിറ്റി, അതായത് ഒരു നേച്ചർ വാക്ക് ഫീൽ കിട്ടൂല അങ്ങനെ നടക്കുവാണെങ്കിൽ. ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ നല്ല ഉള്ളിൽ കണ്ടോ നല്ല പാറ്റേണൊക്കെ. അതെങ്ങനെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? സൂക്ഷിച്ച് നടക്കുന്ന ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് മൂടും കുത്തി വീണിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്? പിന്നെ എങ്ങനെയാ വീണേ? ആ, ഞാൻ കണ്ടായിരുന്നു, നല്ല കോലമായിരുന്നു വീണത്. അതിൻ്റെ അർത്ഥം സൂക്ഷിച്ച് നടക്കണം എന്നാണ്. നടന്ന് റിവറിൻ്റെ അടുത്ത് എത്താറായി. കണ്ടില്ലേ, അങ്ങ് ദൂരെ കാണാം. ഇനി കുറച്ചുകൂടെ നടന്നാൽ മതി, റിവറിൻ്റെ അവിടെ എത്തും കേട്ടോ. ഇതൊരു റിവർ സൈഡ് വാക്കാണേ. ഞങ്ങൾ റിവറിൻ്റെ അടുത്തെത്തി. പിന്നെ അങ്ങോട്ട് ട്രാക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു ട്രാക്കുണ്ട്, അത് ക്ലോസ്ഡ് ആണ്. അത് ആപ്പിൾ ബേയിലോട്ട് പോകുന്ന ട്രാക്കാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് വെറോറയാണ് കേട്ടോ. അറിയത്തില്ല തിരിച്ചു പോകേണ്ടി വരുമെന്ന്. ബട്ട് അങ്ങോട്ടാണോ? അവിടെ ട്രാക്ക് ഉണ്ടോ? എന്തായാലും ഒന്ന് നോക്കാം. എന്തായാലും റിവർ കാണാൻ കൊള്ളാം. ഇത് ഷെല്ലാണോ ഇതിനകത്തുള്ളതൊക്കെ? പിന്നെന്താ ഇത്? ഷെല്ലാവണമെങ്കിൽ കടലായിരിക്കണമല്ലോ അല്ലേ? കൊള്ളാം. ഞങ്ങളുടെ ട്രാക്ക് ഇതായി കണ്ടു കേട്ടത് ഒളിഞ്ഞു കിടക്കുന്ന ട്രാക്കാണ്. ഒരു 1 സ്റ്റെപ്പാണിത്. പോട്ടെ, ഞാൻ തന്നെ മുന്നേ നടക്കണം അല്ലേ? നടക്കാം. ഞങ്ങളുടെ ട്രാക്ക് കണ്ടില്ലേ? കാണാൻ പോലും ഇല്ലായിരുന്നു.
ഞങ്ങൾ വിചാരിച്ചത് ആ റിവറിലൂടെ ആയിരിക്കും നടക്കണ്ടേന്ന്. പക്ഷെ ഇവിടെ ട്രാക്ക് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. ഒക്കെ കുറച്ച് ബോട്ടുകൾ കാണുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യവാസമുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി. അല്ല, ഇത്രയും നേരമായിട്ട് മനുഷ്യന്മാരെ കണ്ടില്ലല്ലോ. കണ്ടില്ലേ? ഓയാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് അങ്ങ് മിസ്സായിപ്പോ. എല്ലാത്തൂടാണ് കേട്ടോ നടക്കുന്നത്. ഒന്ന് അപ്പുറത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആ കുളത്തിൽ ചെന്ന് വീഴും. നീന്തൽ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. കുളമല്ല, പാറയിലാണ് കേട്ടോ വീഴുന്നത്. ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരിച്ചു പോകാം. ഞാനൊരല്പം റെസ്റ്റ് എടുത്തിട്ടേ മുന്നോട്ട് പോകും. ഒരല്പം റെസ്റ്റ് എനിക്ക് ആവശ്യമുണ്ട്. കണ്ടിന്യൂസ്ലി നടക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ പ്ലെയിനാണ്, സ്റ്റീപ്പല്ല. എന്താ അത്രയല്ലേ ഉള്ളൂ. 6.1 കിലോമീറ്ററൂടെ ഉള്ളൂ. അതായത് 3 കിലോമീറ്റേഴ്സ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്തി ആവും. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ റിസ്കി ആൻഡ് ഡേഞ്ചറസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ നെക്സ്റ്റ് പാർട്ടിൽ കാണിച്ചു തരാമേ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in my next vlog. Till then, ta-ta!